ശ്രീധരൻ, ആദ്യം നമുക്ക് ഈ DNA പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാം. കുടുംബം പറഞ്ഞത് DNA പരിശോധനയുടെ ഒന്നും ആവശ്യമില്ല എന്നാണ്. പക്ഷേ കളക്ടർ തന്നെ ഇന്നലെ വ്യക്തമാക്കിയതാണ് പ്രോട്ടോകോൾ ഉണ്ട്. കാരണം മറ്റ് രണ്ടുപേരെ കൂടി കാണാതായിട്ടുണ്ട്. അവരുടെ കുടുംബാംഗങ്ങൾ മറ്റും ക്ലെയിമുമായി വന്നാൽ കൃത്യമായ പരിശോധന ഉറപ്പാക്കേണ്ടതുണ്ട് എന്ന്. ഒരു പക്ഷേ ഈ സാമ്പിൾ ശേഖരിച്ച ശേഷം ഈ മൃതദേഹ ഭാഗം കുടുംബത്തിന് വിട്ടു നൽകാനുള്ള സാധ്യതയുണ്ടോ, അതോ പരിശോധനാ ഫലം വന്നതിന് ശേഷമായിരിക്കുമോ? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തെങ്കിലും ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ടോ ശ്രീധരൻ? ആര്യ, അതിന് സാധ്യത വളരെ കുറവാണ്. അതിന് പ്രധാന കാര്യം നേരത്തെ ആര്യ തന്നെ പറഞ്ഞ പോലെ തന്നെ ഇതിന് ഏതെങ്കിലും തരത്തിൽ സാങ്കേതിക പ്രശ്നങ്ങളിലേക്ക് പോയാൽ അത് ബുദ്ധിമുട്ടാവും. അത് ഒഴിവാക്കുകയാണ് ഏറ്റവും പ്രധാന കാര്യം. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു കേസൊക്കെ ഉണ്ടായാൽ അതിന് കൃത്യമായി പാലിക്കേണ്ട ചില പ്രൊസീജിയറുകളുണ്ട്. ആ പ്രൊസീജിയറുകൾ അനുസരിച്ച്, ആ നടപടിക്രമങ്ങൾ അനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാനാകൂ. അതിനാലാണ് ഇപ്പോൾ DNA പരിശോധന വേണം എന്നുള്ളൊരു നിലപാടിലേക്ക് ജില്ലാ ഭരണകൂടമൊക്കെ എത്തുന്നത്. കുടുംബം തന്നെ ഇന്ന് രാവിലെ ജിതിൻ നമ്മളോട് സംസാരിച്ചിരുന്നു. ജിതിൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതിൽ അർജുന്റെ ഡ്രസ്സ് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ ഡ്രസ്സിൽ അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി അർജുന്റേതാണ് എന്ന് അറിയുന്ന തരത്തിൽ, മനസ്സിലാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അതിലുണ്ട്. അതുകൊണ്ട് തന്നെ DNA പരിശോധന വേണ്ട എന്നുള്ള നിലപാട് ഇന്നലെ അവരെടുത്തിരുന്നു. പക്ഷേ ജില്ലാ കളക്ടർ പറയുന്നത് നിയമ നടപടികൾ പൂർത്തിയാക്കണമെങ്കിൽ ഈ DNA പരിശോധന കൂടി വേണം. അതിനധികം കാലതാമസം എടുക്കില്ല. 2 ദിവസം കൊണ്ട് തന്നെ പരിശോധനാ ഫലം കിട്ടുന്ന തരത്തിൽ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഇങ്ങനെ കൃത്യമായിട്ട് ഇടപെടലുകൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നുമുണ്ട്. അതായത് യാതൊരു വിധത്തിൽ ഉള്ള ഒരു ഡിലേ ഈ കേസിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ട ശ്രമങ്ങളൊക്കെ കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ AKM അഷ്റഫ് MLA കാർവാറിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹവും ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നലെ മംഗലാപുരത്തെ ലാബിലായിരിക്കും പരിശോധന എന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷെ അത് അല്ല, കുറച്ചുകൂടി അടുത്ത് ഹുബള്ളിയിലെ റീജിയണൽ ഫോറൻസിക് ലാബിലായിരിക്കും ഈ DNA ടെസ്റ്റ് നടക്കുക എന്ന് മനസ്സിലാക്കുന്നു. ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ഇന്നലെ പൂർത്തിയാക്കിയിരുന്നു. ഏതായാലും അല്പസമയത്തിനകം തന്നെ അത് ഹുബള്ളിയിലെ ലാബിലേക്ക് എത്തിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്.